മഹാവിപ്ലവത്തിന് സാക്ഷ്യം കുറിച്ച മണ്ണ് അരുവിപ്പുറം. വരും. ചെരുപ്പ് ഇവിടെ അഴിച്ചിടാം. Shiva Shiva Om Shiva 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 Om Shiva 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 Om Shiva 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 Samba Sada Shiva Shankara Lingam Karyavara Prada Komana Lingam Samya Vihina Sumanasa Lingam Tamrudu Padu Chidambara Lingam. അറിവിനായുള്ള അന്വേഷണം അത് നിലയ്ക്കാത്തതാണ്. അറിവ് അഗ്നിയാണ്, അത് ആളിപ്പടരണം. അവധൂതാവസ്ഥയ്ക്ക് വിരാമമിടണം. കർമ്മകാണ്ഡത്തിന് തുടക്കം കുറിക്കണം. അറിവില്ലായ്മയുടെ ദീനം പിടിച്ചും മധുര കുടിച്ചും അന്ധകാരത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു ജനതയുണ്ട്. അവരുടെ ഉത്ഥാനമാണ് ഇനിയുള്ള ലക്ഷ്യം. അതിനൊരിടം വേണം. അരുവിപ്പുറം അതിനു കൊള്ളാം. ശുദ്ധമുക്ത മഹാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സ്വാമി, എത്ര നേരമായി കണ്ണടച്ചിരിക്കുന്നു? ഒരേ ഇരിപ്പ്. തിരിച്ചു പോയാലോ? നാണി, നാണിയാശാനല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? കിളികളെ മനസ്സിലാക്കും പോലെ, പൂക്കളെ അറിയും പോലെ. പേരെങ്ങനെ മനസ്സിലായി? എന്താ, നാണിയെന്നല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? അതും ആദ്യമായി കാണുമ്പോ. നാണി നമ്മെ കണ്ടിട്ടില്ലായിരിക്കും, പക്ഷേ നാം കണ്ടിരിക്കുന്നു. അകവും പുറവും അറിഞ്ഞിരിക്കുന്നു. എവിടെ വച്ച്? മരുത്വാമലയിൽ വെച്ചേ കണ്ടിരിക്കുന്നു. അതാ വീട്ടിൽ വന്ന് തിരക്കിയത്. അമ്മ പറഞ്ഞു ഭിക്ഷുവിനെ പോലെ ഒരാൾ വന്ന് അന്വേഷിച്ചെന്ന്. നമ്മുടെ വിശപ്പ അങ്ങോട്ടേക്ക് നയിച്ചത്. നാണി എഴുത്തായിരിക്കുമല്ലോ. അതും മനസ്സിലാക്കിയിരിക്കുന്നു. അതിശയം തന്നെ. ആദ്യം മിന്നൽ കാണും, പിന്നെയല്ലേ ഇടി. അത് ശരിയാണ്. ആധാരപീഠത്തിൽ സഹായിക്കും. നെയ്യാറ്റങ്കരയിലാണ്. നല്ല ജോലി. ഈശ്വരന്റെ പണിയല്ലേ? ഈശ്വരന്റെ പണിയോ? അതെ, ഈശ്വരന്റെ പണി. ആധാരം, ലോകാധാരം, ആധാരചക്രം. ഇപ്പൊ പിടികിട്ടി. ചിലപ്പോ 1 രൂപ കിട്ടും. രൂപം പോറ്റാൻ രൂപ മതിയല്ലേ? വീട്ടിൽ വന്ന് തിരക്കിയത് നാം കുറെ നാൾ ഇവിടേക്ക് ഉണ്ടാവും. നാണിയും ഉണ്ടാവണം നമുക്കൊപ്പം. എന്തു പറയുന്നു? ഉണ്ടാകും. ആ വാക്കുകൾ അങ്ങനെ ആരും അനുസരിച്ചു പോകുന്ന സ്വരം. അല്ല, ബിഷപ്പിന്റെ കാര്യം സൂചിപ്പിച്ചു.
നാം അത് മറന്നു. നാണി ഓർത്തുവെച്ചു. നല്ല സൂക്ഷ്മത, ശ്രദ്ധയും. ഇനിയെല്ലാം നാണിയുടെ ഇഷ്ടം. വീട് വരെ പോയി വരാം. ഉള്ളത് കഴിക്കാം. സ്വാമി വന്നാട്ടെ, വന്നാട്ടെ. ആശാനെ കരിക്കിവിടെ കൊണ്ടുവരാം. ഇവിടുത്തെ പുരയിടത്തിൽ വിളഞ്ഞ കപ്പയാ. ആയിക്കോട്ടെ. ആശാൻ സ്വാമി, കരിക്ക്. എങ്ങനെയുണ്ട് കരിക്ക്? പ്രകൃതിയുടെ കരുതലും കാവലും കണ്ടോ? ദാഹജലവും ഭോജ്യവും എത്ര ഭദ്രമാണ് കരിക്കിനുള്ളിൽ. എന്ത് വിളിക്കണമെന്ന് നിശ്ചയമില്ലായിരുന്നു. സ്വാമിന്ന് വിളിക്കട്ടെ? നാണിക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം. എന്ത് വിളിച്ചാലും ചെവി കേൾക്കാം. ഏറെ അലഞ്ഞെന്ന് മുഖവും ശരീരവും കണ്ടാലറിയാം. 4-5 വർഷമായി അലഞ്ഞു തിരിയൽ തന്നെ. ഇപ്പം മരുത്തുവാമലയിന്ന അരുവിപ്പുറം കൊള്ളാം. നല്ല അരുവി, ശാന്തത. പകൽ കുഴപ്പമില്ല. ഇരുട്ടിയ കാട്ടുമൃഗങ്ങളുടെ ശല്യമാണ്. ഒരേ വീടിന്റെ 2 മുറി പോലെയാ കാടും നാടും. ശീലിച്ച രണ്ടല്ല. ഇവിടെന്തെങ്കിലും വിശേഷിച്ച്? പ്രകൃതിയുടെ മനക്കണക്കും വഴിക്കണക്കും സമയമാവുമ്പോൾ അറിയാം. ഓരോ ദിവസവും ഓരോന്ന് ചെയ്യിക്കും, ഓരോന്ന് പറയിക്കും. സമയം വരട്ടെ നാണി, ഒപ്പം ഉണ്ടായാ മതി. ഉണ്ടാകും സ്വാമി. പകൽ മാത്രമേ സ്വാമിക്കൊപ്പം കൂടാൻ കഴിയൂ. സമയമുള്ളപ്പം മതി. നാണിയെപ്പോലെ വരാനുണ്ട് ചിലരൊക്കെ. ഓ, കഴിക്കാനുള്ളത് ഞാൻ തന്നെ. വിശക്കുമ്പോൾ വഴിതെളിയും. വീടുകളും കാണുമല്ലോ. അടുത്ത് ക്ഷേത്രങ്ങൾ വല്ലതും ഉണ്ടോ? ആയയിൽ മുടിപ്പുരയുണ്ട്, അടുത്ത് തന്നെ. പൊങ്കാലയിടലും വെളിച്ചപ്പാട് തുള്ളലുമുണ്ട്. അത്രേ ഉള്ളോ? കോഴികളെ മറ്റും നേദിക്കും. പിന്നെ ആങ്കോട് മഹാദേവ ക്ഷേത്രം, അതല്പം അകലെയാ. അവിടെ എങ്ങനെ? അവിടെ താണജാതിക്കാർക്ക് പ്രവേശനമില്ല. അതിന് താണജാതിക്കാർ ഉയർന്നാൽ പോരെ? ദർശനം കിട്ടില്ലേ? താണപടിയിലുള്ളവരെ നമുക്ക് ഏണിയുടെ മുകളിലെ പടിയിലോട്ട് കയറ്റാം, അല്ലേ? അരുവിപ്പുറത്ത് നമുക്കൊരു കുടിൽ കെട്ടണം. കെട്ടാം സ്വാമി. വന്നെത്തിയ സ്ഥലം നമുക്കിഷ്ടമായി. കൊടിതൂക്കി മല, അരുവിപ്പുറത്തെ ഗുഹകൾ. ഗുഹകൾ അപകടം പിടിച്ചതാ. പലതും പുലിമടകൾ. അടുത്തറിഞ്ഞാൽ ഗുഹകളാണ് ശരിക്കും പാഠശാലകൾ. ഋഷീശ്വരന്മാരുടെ വിദ്യാലയങ്ങൾ. ഗുരുക്കന്മാരില്ല, ശിഷ്യന്മാരില്ല. സ്വയം പഠിക്കാം മതിയാവോളം. ഹായിൽ പോയി വരാൻ വൈകിയ ഭയമാകും. വല്ല പുലിയുടോ മറ്റോ മുന്നിൽ ചെന്ന് പെട്ടാൽ. പ്രാണഭയം, സ്വയരക്ഷ, ആക്രമണം എന്നിവയുടെ എല്ലാം ആദ്യ പാഠം അവിടെ നിന്നാണ്. മനുഷ്യനായാലും മൃഗമായാലും. കഴിഞ്ഞ വർഷം കരിയിലെ കുളങ്ങര കുത്തിയോട്ടം കഴിഞ്ഞ് വരുമ്പോ ചിലരെ പുലി ഓടിച്ചു. ദൈവം രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഭയത്തിന്റെ മറുപുറമാണ് ഭക്തി. ഭക്തിയുള്ളിടത്ത് ഭയമുണ്ടാവില്ല, സ്നേഹം വളരുകയും ചെയ്യും. എന്തോ പിന്നിൽ നടക്കുന്ന ശബ്ദം, ഒരു കരിയിലെ അനക്കം. അത് കാറ്റടിച്ച് കരിയിലകൾ ഒച്ചവെക്കുന്നതാ. അല്ല, എന്തോ ഒരു പുലിമണം അടിക്കുന്ന പോലെ. കാറ്റിലെ എല്ലാ മണവും കാണില്ലേ? പൂവിന്റെയും പുലിയുടെയും എലിയുടെയും മണം. ഗന്ധവാഹകനല്ലേ? നാം സാധാരണ ഇത്രയും ഇരുട്ടാറില്ല. വിളക്ക് വെക്കും മുമ്പ് വീടാണയും.
അതിന് പാതിരാവൊന്നും ആയില്ലല്ലോ. ഭയം ഉണ്ടെങ്കിൽ സഹസ്രനാമം ഉള്ളി ചൊല്ലിക്കോ. എന്താണെന്നറിയില്ല, പണ്ടേ ഭയം തീണ്ടാറില്ല. ദൂരെ നിൽക്കും പേടിയും ഭയമൊക്കെ. പാവം, ഭയത്തിന് പൈതിരയാവും ഭയം അല്ലേ? ഇരട്ട കരളുണ്ടെന്നാ നാട്ടുകാർ കളിയാക്കുന്നത്. കളിയാക്കുന്നല്ലേ, അതിൽ കാര്യം കാണണമെന്നില്ല. നിഗമനം തെറ്റാറില്ല. മണം അടിച്ചിട്ട് അടുത്തോ അകലെയോ പുലിയുണ്ട് തീർച്ച. എങ്കിൽ വൈദ്യുതി വേഗം നടന്നോ, ഞാൻ പിന്നാലെ എത്തിക്കോളാം. എന്റെ പുലി. ആ പോവുകയോ? ഓ ആ നിക്കുക. മരുന്നടിക്കാൻ പറഞ്ഞൊക്കെ അരച്ചോ? അരച്ചരച്ച്. ആ ആ. അമ്മേ, നാണുസ്വാമി ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ വൈദ്യരെ, പുലി പുലി. അയ്യോ പുലി പുലി പുലി. അയ്യോ അയ്യോ പുലി. അവിടെ പുലി വരാ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പുലിയുടെ കാലച്ചയും ഗന്ധവും ഉണ്ടെന്ന്. സാരമില്ല, പുലിവാതിക്കൽ കിടക്കട്ടെ. പുലിവാതിക്കൽ പറയാൻ കൊള്ളാല്ലേ. പുലിവാതിക്കൽ വേലായുധൻ വൈദ്യർ. കേൾക്കാനൊരു ഗമയുണ്ട്. സ്വാമി വീട്ടിൽ കയറുന്നില്ലേ? വീട് കണ്ടല്ലോ, 1-2 പേർ നമ്മെ കാണാൻ വരും. മാത്രമല്ല, ഇവൻ നമുക്ക് കൂട്ടുവന്നല്ലേ. ആ കൂട്ട് ഉപേക്ഷിക്കുന്നതും ശരിയല്ലല്ലോ. എവിടെയും ഇവത്തുങ്ങളാ നമുക്ക് കാവൽ. വിടാൻ പറ്റൂല. പകരം ചോദിക്കണം. കൊല്ലും ഞാൻ. നേരെ വിരുത്തിയ ജെല്ലുമാർക്ക് വേട്ടയാടാനുള്ള ഇടമല്ല കുടിലുകൾ. എന്താ ചാന്ത ഉണ്ടായത്? ഒന്ന് തെളിച്ച് പറ. ഞാൻ വെള്ളം എടുത്തിട്ട് വന്നപ്പോ കാര്യസ്ഥ ഗോപാലുള്ള എന്തോന്ന്? ഒന്ന് പറഞ്ഞു കൊടുക്കണേ ആ തെമ്മാടിന്റെ ആഭാസങ്ങള്. ചാന്ത കാര്യം പറ. നിക്കേ, നീ എന്ത് ചെയ്യോടി കോതച്ചി? കുടിയൊഴിപ്പിക്കാൻ ആള് വിടാതിരിക്കണമെങ്കിൽ ഞാൻ ഇരുട്ടും മുമ്പ് ജമ്മിയുടെ പഠിപ്പിലോട്ട് ചെല്ലണോന്ന്. എന്റെ തനിക്കൂടെ അവൻ അറിയത്തോണ്ടാ. അവന്റെ മാത്രമല്ല, അവന്റെ തന്തയുടെ കൈവിട്ട് ഞാൻ. എനിക്കും കേട്ടിട്ട് ചോര തിളക്കണ്. പാവങ്ങളാണേലും ജീവനേക്കാൾ വലുതാ മാനം. അത് ഈ ചെറ്റക്ക് അറിഞ്ഞൂടാ. ഞാൻ വിരലും ചൂണ്ടി 2 അടി കൊടുത്ത്. അതോടെ അവന്മാരെന്നെ പൊതിരെ തല്ലി. ഇതിന് പകരം വീട്ടണം. ജമ്മിയുടെ ഭാര്യയെ കയറി പിടിക്കണം. അപ്പോഴേ അയാൾക്ക് അഭിമാനം എന്താണെന്ന് മനസ്സിലാവും. ഇവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്നാലും നട്ടല്ലുയർത്തി അഭിമാനത്തോടെ പോണം. അല്ലാതെ തല കുനിച്ച് നാണം കെട്ടല്ല. പാമ്പിനെ നോവിച്ച് വിട്ടേക്കണത്. ഇതിന്റെയൊക്കെ പ്രതികാരം കാട്ടാനും ദുഷ്ടപരീക്ഷകൾ മടിക്കൂല.
നോവിച്ച് വിട്ടാ പോരാ, പത്തിക്കടിച്ച് കഥ തീർക്കണം. അമ്മയ്ക്കും സഹോദരിക്കും വിലയിട്ട കാട്ടാളമാരി വരട്ടെ, കാട്ടിക്കൊടുക്കണം, നമ്മുടെ ഉശിരും വീറും. വയല് കാക്കാൻ അറിയാവുന്നവർക്ക് മാനം കാക്കാൻ അറിയാവുന്ന കാട്ടിക്കൊടുക്കണം. കള പറിക്കണ കൈകൾക്ക് പ്രത്യേകിച്ച് കളരിമുറ പഠിക്കണ്ട. മേല് നോമ്പ് അത് ബോധ്യാവും. ഇത് നമ്മുടെ മണ്ണാണ്, എന്ത് വന്നാലും ഒഴിഞ്ഞു പോകരുത്. ഒഴിപ്പിക്കാനെങ്കിൽ വരട്ടെ, ജീവനി കൊതിയിലെത്തവര് പോരട്ടെ. ദൈവങ്ങളെ, ഇത്രയും നാളും തൊഴുത് വണങ്ങിയ ദൈവങ്ങളെ, നിങ്ങൾക്ക് കണ്ണിച്ചോരയില്ലേ? എന്നോടൊക്കെ മര്യാദയുടെ ഭാഷ പറഞ്ഞപ്പോ പുച്ഛം. കളി കാരണവന്മാരോട് വേണ്ട, നീർക്കോലികൾ തലപൊക്കിയ കൊന്നു കുഴിച്ചു മൂടും. എല്ലാത്തിനെയും കൂട്ടിയിട്ട് കത്തിക്കും, വലുതും ചെറുതും ഒന്നും നോക്കില്ല. ശവങ്ങള് ഇനി ഇവിടെ എങ്ങും കണ്ടുപോരുത്. മണ്ണ്